എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. എന്നെ നാട്ടിലറിയാം, എന്നെ വീട്ടിലറിയാം, പക്ഷേ സ്വന്തക്കാർക്ക് എന്നെ അറിയില്ല. സ്വന്തക്കാർക്ക് എന്നെ അറിയില്ല. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. എന്നെ നാട്ടിലറിയാം, എന്നെ വീട്ടിലറിയാം, പക്ഷേ സ്വന്തക്കാർക്ക് എന്നെ അറിയില്ല. അത് ഓടിക്കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ പെട്ടെന്ന് കയറ്റി ഇങ്ങനെ സൈഡ് കൊണ്ട് കയറിയതാണ്. ഇങ്ങനെ നേരെ പോകുന്ന വണ്ടി നിങ്ങൾ ലെഫ്റ്റിലോട്ട് ചേർത്തൊക്കെ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? ബസ്സുകാർ പറഞ്ഞത് നമ്മളെ കുഴപ്പമാണ്. കലൂർ മാതൃഭൂമി ജംഗ്ഷനിൽ ദൈവ കാഴ്ച പതിവാണ്. റോഡിന് നടുവിൽ നിർത്തിയിട്ട് ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുകയാണ് സ്വകാര്യ ബസ്സുകളുടെ പതിവ് രീതി. അഞ്ചെട്ട് ബസ്സുകളുടെയൊക്കെ ഉടമയായിട്ടുള്ള ഒരു മുതലാളി കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ആ ഒരു സൗഹൃദമില്ല. ATP പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായി ഒരു ബസ് മുതലാളി സംഘർഷത്തിൽ ഏർപ്പെട്ട ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എൻ്റെ ചില അഭിപ്രായങ്ങൾ വീഡിയോയിൽ പങ്കുവെച്ച അന്ന് മുതൽ ഞാനും അദ്ദേഹവുമായിട്ട് ചില തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുകയും അത് പിന്നീട് വലിയൊരു അകൽച്ചയിലേക്ക് പോവുകയും ചെയ്തു. പുള്ളിക്കാരൻ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയ ആ ഒരു കാലം മുതൽ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ബസ് മുതലാളിമാരുടെ വിഷമങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറയുക. ബസ്സുള്ള മുതലാളിമാർ ഒത്തിരിയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. വലിയ കഷ്ടപ്പാടാണ് ഇത് നടത്തിക്കൊണ്ട് പോകാനായിട്ട്. പല ദിവസങ്ങളിലും മുതലാളിക്ക് ഒന്നും മിസ്സം കിട്ടാറില്ല. EMI അടഞ്ഞു പോകുന്നത് തന്നെ വലിയ കഷ്ടപ്പാടിലാണ്. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ മനുഷ്യത്വം കൊണ്ട് ജനസേവനം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് എന്നൊക്കെ അവരങ്ങോട്ട് പറഞ്ഞു കളയും. EMI അടയ്ക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ വല്ലാത്ത കോമ്പറ്റീഷനും ഇവർക്കിടയിലുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ജനസേവനത്തിനിടയിൽ പെട്ടുപോകുന്നത് നാട്ടുകാരാണ്. ഞാൻ ആ പറയുന്ന ചങ്ങായിയോട് ഇപ്പോഴും ആ ഒരു സൗഹൃദം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോവുക. ഇങ്ങനെ കഷ്ടപ്പെട്ട് ജനങ്ങളെ സേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക്, ഈ 6 വീലിൻ്റെ ലൈസൻസ് ഉള്ള ആളുകൾക്ക് അതേ വീലുകളുടെ എണ്ണമൊക്കെ ഉള്ള മറ്റ് വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും. ഈ പ്രൈവറ്റ് ബസ് തന്നെ ഓടിക്കണമെന്നില്ല. ആ ഒരു കണ്ടക്ടറായിട്ടുള്ള ചെങ്ങായിക്കും മറ്റ് ജോലികളൊക്കെ ചെയ്യാനായിട്ടുള്ള ആവതൊക്കെ ഉണ്ടാവും. കാരണം ഇത്ര സ്പീഡിൽ പോകുന്ന ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് ഓടി നടക്കുന്ന കഴിവുള്ള ഒരാളാവുമ്പോൾ എന്ത് പണിയും അങ്ങനെ കൊണ്ടുപറ്റും. പിന്നെ ക്ലീനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ പല ബസ്സുകളിലുമില്ല. ഇവരൊക്കെ തന്നെയാണത് ക്ലീൻ ചെയ്യുന്നത്. കഷ്ടപ്പാട് കാരണം എൻ്റെ മുതലാളിയായിട്ടുള്ള സുഹൃത്ത് പോലും ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അവൻ അവകാശപ്പെടുന്നത്. അദ്ദേഹം എനിക്ക് അങ്ങനെ ശീലമുള്ളൊരു ചങ്ങായി ഒന്നുമല്ല. എന്നാലും അവൻ്റെ ഈ കഷ്ടപ്പാട് കാരണം അവരതൊക്കെ ചെയ്യാറുണ്ട്. അതും വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ എന്നൊക്കെ അവൻ അന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര കഷ്ടപ്പാടിലാണ് സ്വകാര്യ ബസ് മുതലാളിമാർ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു കഷ്ടപ്പാട് സഹിച്ചിട്ട് ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ട് പോകുന്ന ഇവർ വഴിയിലിറങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥ ജനസേവനമാണ് നടത്തുന്നത്. അല്ല, നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഭീഷണിയാവുന്ന രീതിയിലേക്ക് തരം കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്നവനെ തട്ടിക്കളഞ്ഞേക്കാം എന്നുള്ള മൂഡിലാണ് ഇവന്മാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഈ വണ്ടി ഓടിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവറ്റകൾ അങ്ങ് കമൻറ്റ് ബോക്സിലൊക്കെ കൂട്ടക്കരച്ചിൽ നടത്തും. ഒന്ന് കയറി ഓടിച്ചു നോക്കണം, വല്ലാത്ത കഷ്ടപ്പാടിലാണിത് കൊണ്ടുപോകുന്നതെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കളയും. വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാടാ വയ്യ എന്നുണ്ടെങ്കിൽ ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത്? വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ഇത്ര കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. ബാക്കിയുള്ള ചില ആളുകൾ ഈ വാഹനം കൊണ്ടു നടക്കുന്നത് കാണുന്ന സമയത്ത് പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സിനാണോ KSRTC ഓടിക്കുന്ന ഡ്രൈവേഴ്സിനാണോ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തഴക്കം അല്ലെങ്കിൽ സേഫായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള കഴിവുള്ളത്? അത് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് KSRTCയിൽ കയറുന്ന സമയത്താണ്. എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ദീർഘദൂരം അവർ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. ഈ ഇട്ടാളം വട്ടത്തിൽ കിടന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഓടിക്കുന്നവന്മാർ, മറ്റേ ഏറ് കൊണ്ട പട്ടിയുടെ ബാലൻസിൽ പോകുന്ന ടൈപ്പിലുള്ള വണ്ടി ഓടിക്കുന്നവന്മാർക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഇതേ റൂട്ടിലോടുന്ന ഒരു KSRTCയിൽ കയറി കഴിഞ്ഞാൽ, ഈ ഏറ് കൊണ്ട പട്ടിയുടെ രീതിയിൽ അല്ലാതെ പോകുന്ന ഡീസൻ്റ് ആയിട്ട് പോകുന്ന ഒരു KSRTCയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും മുന്നേ അവിടെ എത്താൻ പറ്റും. സമയം ഇവർ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യും KSRTC. റാഷ് ഡ്രൈവിംഗ് നടത്തുന്ന KSRTC ഡ്രൈവേഴ്സ് ഇല്ല എന്നുള്ളതല്ല, അവരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. കാരണം അവർക്കെതിരെ നമുക്ക് പരാതിപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ പുറകിൽ നമ്പരൊക്കെ ഉണ്ട്. അങ്ങനെ റാഷ് ഡ്രൈവിംഗ് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും അപകടം ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു രീതിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത മര്യാദയ്ക്കാണ് അവരിൽ പല ആളുകളും വണ്ടി ഓടിക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യം അങ്ങനെയല്ല. അവന്മാർക്ക് ജനസേവനവും രണ്ടറ്റം കൂട്ടിമുട്ടിക്കലും പ്രസ്ഥാനത്തെ താങ്ങിക്കൊണ്ട് പോകലും ഒക്കെ ഉള്ളതുകൊണ്ട്
ഒരു തരത്തിലുള്ള മനുഷ്യത്വവും ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. സേവനോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നാട്ടുകാർക്ക് ഉപകാരം എന്നുള്ള രീതിയിലൊക്കെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉമ്മാർ പിടിക്കത്തൊന്നുമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന റൂട്ടുകളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു കയറാൻ വേണ്ടിയുള്ള പരിപാടി അല്ലാതെ ജനസേവനം ഒന്നൊന്നും പറഞ്ഞിട്ടുള്ള കപട കണ്ണീരൊന്നും ഒഴുക്കേണ്ട ഒരാവശ്യമില്ല. അതേപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് ഈ നാട്ടുകാരെയും വെറുപ്പിച്ചിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാവരും തെറിയും പറഞ്ഞ് ബാക്കിയുള്ള ആളുകൾക്കിടയിലൂടെ ഭീതി ജനിപ്പിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന പരിപാടിക്ക് അധികം ആളുകൾ വരാത്തതുകൊണ്ട് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഡ്രൈവേഴ്സായിട്ട് വരുന്നത്. പ്രൈവറ്റ് ബസ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ പണ്ട് ദീർഘകാലം ഒരേ ബസ് തന്നെ ഒരേ റൂട്ടിൽ ഓടിച്ചുകൊണ്ട് നടന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പല ആളുകളും നേരത്തെ തന്നെ പരിപാടിയൊക്കെ നിർത്തി. കാരണം ഇപ്പോഴത്തെ ഈ പ്രൈവറ്റ് ബസ് കോമ്പറ്റീഷൻ ഡ്രൈവിംഗ് കൾച്ചറിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇവർക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ടുള്ള ഓട്ടത്തിനിടയിൽ ബാക്കിയുള്ള ആളുകളെ വണ്ടി നിർത്തി തല്ലാനും തെറി വിളിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ വേണ്ടി വെറുതെ ചായ കുടിക്കാൻ വേണ്ടി ഞാനും വൈഫും കൂടെ ഞങ്ങളുടെ 2 വീലറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബസ് മരണപ്പാച്ചിലിൽ വരികയാണ്. എന്തോ ഒരു ആംബുലൻസിനെ കടത്തി വെട്ടുന്ന ഭീതിജനകമായിട്ടുള്ള രീതിയിലാണ് അവർ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നു എന്തോ അത്യാവശ്യമുണ്ട്, അവർ ലേറ്റായി പോയി കാണും. അപ്പോൾ അതിനിടയിൽ എന്തോ പാഴ്സലും കണ്ട് ഒരിടത്ത് ഇറക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. അത് റിസീവ് ചെയ്യാനായിട്ടുള്ള ആൾ വരാനായിട്ട് എനിക്ക് തോന്നുന്നു ചില സെക്കൻഡ്സ് ഒന്നും വൈകി. അപ്പോൾ വണ്ടി സ്റ്റോപ്പിൽ നിന്ന് എടുത്ത സമയത്താണ് അയാൾ ഓടി വന്നത്. അപ്പോൾ അയാൾ വന്നു. അപ്പോൾ എന്തോ വൃത്തികെട്ട 2 വർത്തമാനങ്ങൾ ഈ കണ്ടക്ടർ ചെറുക്കനോ ക്ലീനറോ ആരാണ്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് അത് തിരിച്ച് ഈ പറയുന്ന റിസീവ് ചെയ്യാനായിട്ട് വന്ന ആൾ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഇറങ്ങി വന്ന് ഒരു 10 മിനിറ്റ് അവൻ്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം അങ്ങോട്ട് വിളിച്ചു. അതിനൊന്നും അവന്മാർക്ക് ഒരു സമയ ക്രമീകരണത്തിൻ്റെയും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേയധികം പാഴുകളാണ് ഈ ഒരു പ്രസ്ഥാനം ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഒരു മജോറിറ്റി നല്ല കുറേ അവന്മാരൊക്കെ ഈ റൂറൽ ഏരിയകളിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഓടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രസ്ഥാനത്തിലെ മെയിൻ സെൻട്രൽ റോഡുകളിൽ കൂടെ ഓടുന്ന ഒരു 90% എണ്ണവും ഇമാതിരി പാഴുകളൊക്കെയാണ്. ഇനി ചില റീലുകളിലേക്കൊന്ന് പോകാം. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. എന്നെ നാട്ടിലറിയാം, എന്നെ വീട്ടിലറിയാം, പക്ഷേ സ്വന്തക്കാർക്ക് എന്നെ അറിയില്ല. സ്വന്തക്കാർക്ക് എന്നെ അറിയില്ല. എന്നെ നോക്കൂ പെണ്ണെ, എന്നെ നോക്കൂ പെണ്ണെ, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. ഇവൻ്റെ ഡ്രൈവിങ് ഭയങ്കര മാസാണെന്നുള്ളതാണ് ഇവൻ വിചാരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു കമൻറ്റ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇവറ്റകളെ പോലുള്ള കുറേ എണ്ണം വന്ന് തെറി വിളിച്ചതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ പറയുന്നത് നീ ഒന്നും പ്രൈവറ്റ് ബസ്സിൽ അങ്ങനെയാണെങ്കിൽ കയറണ്ട എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ ഓണർഷിപ്പിലുള്ള റോഡിൽ കൂടെ ഇവൻ ചുമ്മാ അങ്ങോട്ട് വെറുതെ നാട്ടുകാരെ സേവിക്കാൻ വേണ്ടി ഔദാര്യത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞതിനകത്ത് ന്യായമുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയൊന്നുമല്ല. ഇവൻ അരി വാങ്ങാൻ വേണ്ടി വീട്ടിലുള്ള ആളുകൾക്ക് 3 നേരം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ പറഞ്ഞ ഒരു ജോലിക്ക് വേണ്ടി വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളുടെ സഹകരണം കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇവൻ. അല്ലാതെ ഇവൻ ഈ പറയുന്ന വലിയ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോലെയൊക്കെ തന്നെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തനാണ്. പിന്നെ ഇവന് മാത്രം എന്തിനാണ് ഇത്രമാത്രം വലിയ ഡയലോഗ്? നീയൊക്കെ കയറണ്ട എന്നൊക്കെ പറയാനായിട്ട് ഇവൻ ആരാണ്? ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വഴികൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കൈ കാണിക്കുന്നവനെ, സ്റ്റോപ്പിൽ കൈ കാണിക്കുന്നവനെ കയറ്റണോ എന്നുള്ളതാണ് നിയമം. അങ്ങനെ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടിക്ക് പോകാനായിട്ടും റൈറ്റുള്ള ആളുകൾ ഞങ്ങളാണ്. ഈ വഴിയിൽ ബസ്സിന് കാത്തു നിൽക്കുന്ന ആളുകളാണ്. അല്ലാതെ നിനക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു 3-4 പരാതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ മുതലാളി തന്നെ നിന്നെ പിടിച്ചങ്ങോട്ട് മാറ്റും. മര്യാദക്ക് ഓടിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഓടിക്കുക. ഇമാതിരി വാളിത്തരമൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, നിന്നെ വീട്ടിൽ പട്ടിണിയാക്കുന്ന ഒരു സാഹചര്യവും നാട്ടിലുണ്ട്. അതുകൊണ്ട് വലിയ ഡയലോഗൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ നിന്റെ ഡ്രൈവിംഗ് മികവിനെ കുറിച്ചിട്ട് ഇതെന്ത് മികവാടാ? 2 സൈഡിൽ കൂടെ 2 ലോറി, 2 നാഷണൽ പെർമിറ്റ് ലോറി ഡീസൻ്റ് ആയിട്ട് പോകുന്ന ഒരു വഴിയിൽ ഒരു വളവ് വീശാനായിട്ട് നിനക്ക് മുഴുവൻ വഴി തന്നെ വേണം. അത് ചിലപ്പോൾ മേ ബി നിൻ്റെ സ്പീഡ് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ആ ഒരു വളവ് വീശാനായിട്ടുള്ള കഴിവ് നിനക്കില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കഴിവൊന്നും വലിയ കാര്യമായിട്ട് നിനക്കില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നീ ആലോചിക്കുക. ഈ ഒരു വണ്ടി ഒരു വളവിൽ കൺട്രോൾ ചെയ്ത് വീശാൻ പോലും അറിയത്തില്ലാത്ത നീ ഈ ഒരു വണ്ടി എങ്ങനെയാണ് വഴിയിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്? അതുകൊണ്ട് മര്യാദയ്ക്ക് ഏതെങ്കിലും ആശാൻ്റെ അടുത്ത് പോയി വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുക. അല്ല ഇതിനിപ്പോൾ ഈ പറയുന്ന പാട്ടം നിയന്ത്രിക്കാനായിട്ട് വലിയ പാടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോവുക. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ വന്നൊന്ന് നിയന്ത്രിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനൊക്കെയാണ് നിന്നെ പോലുള്ളവന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ ഇട്ടേച്ച് പോവുക. കഴിവുള്ള വേറെ ആൾക്കാർ വന്ന് ഓടി
പഠിച്ചോളും. ഇതിനൊന്നും ഇവിടെ ഒരു പഞ്ഞവും പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഏത് വണ്ടിയാണ് ഇത്രമാത്രം ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്? ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആണുങ്ങളുടെ പണിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇഷ്ടംപോലെ ആളുകൾ, സ്ത്രീകളടക്കം എത്ര ആളുകൾ ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നു. നമുക്ക് എന്നാ പറ്റാഞ്ഞിട്ടാണോ ഇത് ഓടിക്കാനായിട്ട് അത്ര വലിയ പാടൊന്നുമില്ല എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഈ പറയുന്ന പണിക്ക് എല്ലാ ആൾക്കാരും ഇറങ്ങാത്തത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് വേറെ മികച്ച പണികളൊക്കെ നേടാനായിട്ടുള്ളൊരു അവസരമൊക്കെ ലഭിച്ചതുകൊണ്ടാണ്. ഇതത്ര മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്ക് നമ്മളുടെ സാമ്പത്തികമൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള, നാട്ടുകാരുടെ തെറി കേൾക്കേണ്ടാത്ത തരത്തിലേക്കുള്ള ചില സാഹചര്യങ്ങൾ ഒത്തു വന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ പരിപാടി, ഈ പറയുന്ന വാളി റീലുകൾ ഇട്ടിട്ട് വലിയ പരിപാടി കാണിക്കാൻ വേണ്ടി പോരുത്. ഒന്നും ഇവിടെ അവസാനിക്കുന്നു കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കൊരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് ഒന്നും ഇവിടെ അവസാനിക്കുന്നു കരുതണ്ട. വളരെ മാന്യമായിട്ടുള്ള വീട്ടിലിരിക്കുന്ന പിതാവിനെയും മാതാവിനെയും ആളുകളെ കൊണ്ട് സ്മരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഓവർടേക്കിംഗ് ആണ്. പ്രൈവറ്റ് ബസ്സുകാരനാണ്. അവൻ്റെ ബസ്സിലിരിക്കുന്ന ആളുകളിലേക്ക് സമയം കീപ്പ് ചെയ്യേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. ബാക്കി വഴിക്കടെ പോകുന്ന ഒരാൾക്കും ഒരു തിരക്കുമില്ല. ഒരാൾക്ക് സമയത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കാണ് ഏറ്റവും സമയത്തെക്കുറിച്ചിട്ട് വലിയ ചിന്തയുള്ള ആളുകൾ. നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലേക്ക് വാഹനം ഓടിക്കുന്ന ഇതുങ്ങളുടെയൊക്കെ ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള സഹതാപമൊന്നും തോന്നാറൊന്നുമില്ല. ഈ പബ്ലിക് പോളിസികളൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കുന്ന സമയത്ത് ഈ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിനെ ഇതിനകത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഈ ദരിദ്ര രാഷ്ട്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഈ മെയിൻ സെൻട്രൽ റോഡിൽ കിടന്നിട്ട് ഈ പറയുന്ന തോന്നിയാസങ്ങളൊക്കെ കാണിക്കുന്നത്. അല്ലാത്ത എല്ലാ സിറ്റികളിലും ഡീസൻ്റ് ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ അവിടെ സ്റ്റേറ്റാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ദുബായിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാമല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ഡീസൻ്റ് ആയിട്ടാണ് ബസ് സർവീസ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടെയും ട്രാഫിക്കുള്ള ഏരിയകളൊക്കെ ഉണ്ട്. എന്നാലും ബസ് എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയല്ല. ഇവിടെ അങ്ങനെയല്ല. ആ ഒരു ബസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റോഡിൽ കൂടെ മനുഷ്യനും നടക്കണ്ട, വേറെ ആർക്കും വണ്ടി ഓടിക്കേണ്ട, അവന്മാർക്ക് ഭയങ്കര ധൃതിയും പരിപാടിയൊക്കെ. കൊച്ചിയിലൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകൾക്കറിയാം എന്ത് കഷ്ടപ്പാടാണ്. മറ്റേ പച്ച പെയിൻ്റ് അടിച്ചിട്ടുള്ള ബസ്സുകൾ, നീല പെയിൻ്റ് അടിച്ചിട്ടുള്ള ബസ്സുകളൊക്കെ നമ്മുടെ ചുറ്റുപാടും വരുന്ന സമയത്ത് ഒരു മര്യാദയില്ല. നമ്മുടെ വാഹനത്തെ ഉരച്ചിട്ട് അവന്മാർ പോകുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവന്മാർക്കൊരു സെക്കൻഡ് നമ്മൾ കാരണം ഒന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ ഇറങ്ങി വന്ന് തെറി വിളിക്കുന്നു. 2 മിനിറ്റ് നമ്മളെ തെറി വിളിക്കാനായിട്ട് അവന്മാർക്ക് ഒരു മടിയില്ല. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയും. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിയുടെ കഷ്ടപ്പാട്, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടതിൻ്റെ ബുദ്ധിമുട്ട്, അതൊക്കെ കാരണം വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. മാരക സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ഇവന്മാർക്ക് വണ്ടിയുടെ കണ്ടീഷനെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ബോധമൊന്നുമില്ല. ഷേവ് ചെയ്ത് ക്ലീൻ ആക്കിയതുപോലുള്ള ടയറൊക്കെ ഇട്ടിട്ടാണ് ഇവന്മാർ ഈ വഴിയുടെ അഭ്യാസം കാണിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്. ടയറൊക്കെ പെട്ടെന്ന് തേഞ്ഞ് തിരികെയാണ്, റിട്ടേൺ ഒന്നുമില്ല. പറ്റത്തില് നിർത്തിയിട്ട് പോടെ. ഇപ്പം മറ്റേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ചെക്കിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരഞ്ഞ് മെഴുകും എന്നുള്ളതല്ലാതെ ഇവന്മാരൊന്നും ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ് വേണം. ഇതിൻ്റെ സ്പീഡ്, അതേപോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ, ടയറിൻ്റെ കണ്ടീഷൻ എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ വഴി നിൽക്കുന്നവൻ അപകടമാണ്. സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകൾ ഇടിച്ച് തെറിപ്പിച്ച് കൊന്നിട്ട് പോവുകയാണ് സമയം കീപ്പ് ചെയ്യാൻ വേണ്ടി. ആ പാവപ്പെട്ട കാറുകാരൻ ഇവൻ്റെ വരവ് കണ്ടിട്ട് നേരത്തെ തന്നെ ചവിട്ടി നിർത്തി കൊടുത്തു. പുള്ളിക്ക് ഒതുക്കി എടുത്ത് അപ്പുറത്തെ പറമ്പിൽ കയറ്റി ഇടാൻ പറ്റും. വരുന്ന കാണുമ്പോഴത്തേക്ക് ഇടിച്ചങ്ങോട്ട് കൊന്നു കളഞ്ഞ്. എന്ത് ചെയ്യാനാണ്? ആ ഒരു KSRTC ബസ് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവുകയാണ്. KSRTCക്കാരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവരങ്ങ് പോയിക്കോളും. നമുക്ക് ശല്യമൊന്നുമില്ല. ഈ പ്രൈവറ്റ് ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കൊണ്ട് വീണ്ടും ചവിട്ടി നിർത്തും. അതേപോലെ തന്നെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലുമൊക്കെ കൈ കാണിച്ച് കഴിഞ്ഞാൽ അവനോട് വർത്താനൊക്കെ പറഞ്ഞ് വീണ്ടും ചവിട്ടി നിർത്തും. പിന്നെ നമുക്ക് ശല്യമായിട്ട് വരും. എന്നിട്ട് ഇവനിങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഇവൻ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഒരു ധാർഷ്ട്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വേണ്ടി ആ വണ്ടിക്കാരനും ഈ KSRTC നിർത്തി കൊടുക്കണം, എന്നിട്ട് ഇവന് കയറി പോകണം. ഇത്ര അഹങ്കാരം പിടിച്ചിട്ടുള്ള വിവരമില്ലാത്ത ഊളകളൊക്കെയാണ് പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന 90% എണ്ണവും. Mientras la sangre corre por su vena, mientras se llena de furios, ambiente y luz plena, él atraviesa a sus enemigos. കണ്ണിലൂടെ വന്നു കേറിക്കൊണ്ടു പോയി കുപ്പിയിലൂടെ ആയിരങ്ങൾ വീണുപോയി.
പെഡസ്ട്രിയൻസ്, ടൂ വീലർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ടീംസിനെ ഒന്നും ഇവറ്റകൾ മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, തരം കിട്ടിക്കഴിഞ്ഞാൽ തട്ടിക്കളയും എന്നുള്ള മൈൻഡ് സെറ്റുള്ള ടീമുകളാണ് ഇവന്മാർ. എന്തെങ്കിലുമൊക്കെ വാഗ്വാദവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മാരക ആയുധങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇമാതിരി ക്രിമിനൽസിനെ വെച്ചിട്ടാണ് ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ്, മുതലാളി പാടുകൾ എന്ന് പറഞ്ഞ കുറേ അമ്മമാരുണ്ടല്ലോ, അവന്മാർ ഈ പറയുന്ന പരിപാടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ പറ്റത്തില്ല. കാരണം മര്യാദയ്ക്കുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരുത്തനെ വെച്ചിട്ട് ഈ പരിപാടി എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്? കാരണം അങ്ങനെയുള്ള ഒരുത്തൻ വഴിയിൽ ഡീസൻ്റ് ആവും. അങ്ങനെ ഡീസൻ്റ് ആവുന്ന സമയത്ത് ബാക്കിയുള്ള ഗുണ്ടകൾക്കിടയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. പക്കാ ഗുണ്ടായിസം. ഈ പറയുന്ന പരിപാടി ഇങ്ങനെയൊക്കെയാണ് നടന്ന് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം എങ്ങനെയെങ്കിലുമൊക്കെ പൂട്ടിക്കെട്ടി പോയി കഴിഞ്ഞാൽ അത്ര നല്ലത് എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. ആളുകൾക്ക് വേറെ എന്തൊക്കെ തൊഴിലുണ്ട്? ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകൾ വേറെ എന്തെങ്കിലും വഴികൾ ആലോചിച്ചോളും. അല്ലാതെ ഇവർ ഇങ്ങനെ ജീവിക്കേണ്ടതിന് നമ്മൾ നമ്മുടെ ജീവൻ പണയപ്പെടുത്തി വഴിയിലേക്ക് ഇറങ്ങണമെന്നുള്ളത് എന്ത് ന്യായമാണ്? അതുകൊണ്ട് എത്രത്തോളം മനുഷ്യത്വം ഇല്ലാത്തവനാണ് ഞാൻ എന്ന് പറഞ്ഞാലും ഇങ്ങനെയാണ് ഇവന്മാരിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ പൂട്ടിക്കെട്ടി പോകണം. അങ്ങനെ മാന്യമായിട്ട് കൊണ്ടു നടക്കാൻ മടിയുള്ള ഗുണ്ടായിസം ഉള്ളവൻ്റെയൊക്കെ വണ്ടിയൊക്കെ CC അടവും മുടങ്ങി ജപ്തി ചെയ്യുന്ന സാഹചര്യത്തിൽ ടയറൊക്കെ ഊരി വീട്ടിൽ വെച്ച് അട്ടത്ത് വെച്ച് കാട് കയറി തുരുമ്പിച്ച് അവസാനം ആക്രിക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലേക്ക് ചെല്ലണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിങ്ങനെ മനസ്സിൽ സ്വപ്നം കാണുന്നത്. അത്ര മനുഷ്യത്വമില്ല എനിക്ക് ഇവന്മാരുടെ ആ ഒരു ഓട്ടമൊക്കെ കാണുന്ന സമയത്ത്. മുടിഞ്ഞു പോയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റോടെ ഞാനിതിനെ നോക്കി കാണത്തുള്ളൂ. ഒരുത്തനെ തട്ടിക്കളഞ്ഞു, ഒരു ബൈക്കുകാരനെ തീർത്തു, അവൻ മരിച്ചു. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഒന്ന് ഓവർടേക്ക് ചെയ്തേ ഉള്ളൂ, വലിയ അത്യാവശ്യമൊന്നുമില്ല. ഓവർടേക്ക് ചെയ്തു, ഒരുത്തൻ തീർന്നാൽ തന്നെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അവൻ ഓടിക്കുന്നതുണ്ടോ? ഇവന്റെ പിതാമഹൻ മുന്നേ ഏതോ രാജാവായിരുന്നു. പുള്ളി ഇങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തോ ജനിതക ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അവൻ വരുന്നുണ്ട്, എല്ലാവരും മാറിക്കോ. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ കറകളഞ്ഞ ബസ് പ്രേമികൾ, അങ്ങനെയുള്ള കുറേ പൊമേറിയൻസ് കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ബസ്സുകാരൻ്റെ നല്ല മനസ്സ്, ചവിട്ടി നിർത്തിയല്ലോ, ചവിട്ടി നിർത്തരുത്, ഇടിച്ച് കൊല്ലണമായിരുന്നു എന്നൊക്കെയുള്ളതാണ് അവറ്റകൾ പറയുന്നത്. ഈ മെയിൻ സെൻട്രൽ റോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ടൗണുകൾ, അതിലേക്ക് മനുഷ്യന്മാർ നടക്കും. വഴിയിൽ മനുഷ്യന്മാർക്കാണ് മുൻഗണന. അപ്പോൾ ഇവൻ ഇവിടുന്ന് പാഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളതൊന്നും ഗണിച്ച് നോക്കിയിട്ടൊന്നും നമുക്ക് വഴിയിലിറങ്ങാൻ പറ്റത്തില്ല. ഇതുപോലുള്ള റോഡുകളിൽ വളരെ മാന്യമായിട്ട് പോവുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. ആ സ്ത്രീ ഇടിച്ച് കൊല്ലുകയായിരുന്നു എന്നുണ്ടെങ്കിൽ കേസും കൂട്ടുമൊക്കെ ആയിട്ട് ഈ ഓടിച്ചുകൊണ്ട് വന്നവൻ നടക്കേണ്ടി വന്നേനെ, അവൻ്റെ കുടുംബം പട്ടിണിയായി പോയേനെ. മുതലാളി എത്ര കാലം ഇവനെ ചുമക്കും? ഒന്നും നടക്കത്തൊന്നുമില്ല. അപ്പോൾ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ആജീവനാന്തം കുടുംബം പട്ടിണിയാവുന്ന രീതിയിലേക്ക് വണ്ടി ഓടിക്കാതിരിക്കാൻ വേണ്ടി ഈ ഡ്രൈവർ കഴിവ് ഏറിയവന്മാരൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഒരു KSRTC കണ്ടു, അതിൻ്റെ മുന്നിൽ കയറ്റി വെക്കണമല്ലോ. ആംബുലൻസിൽ ആരോ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മരണപ്പാച്ചിൽ നടത്തുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ടൈം കീപ്പ് ചെയ്യണം. KSRTCയുടെ മുന്നിൽ കയറ്റി നിർത്തണം. അതുകൊണ്ട് വഴി അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. അവനൊക്കെ അങ്ങോട്ട് കൈ കിട്ടുന്ന സമയത്ത് തന്നെ പെരുമാറുന്ന ഒരു സാഹചര്യം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മളൊക്കെ കുറച്ചും കൂടെ സിവിക് സെൻസ് ഒക്കെ ആർജിച്ചിട്ടുള്ളതുകൊണ്ട് കൊടുക്കില്ല. ഇനിയിപ്പം ബാക്കിയുള്ള ആളുകളൊക്കെ മര്യാദ ആയതുകൊണ്ട് തന്നെ ഇവന്മാർ മറ്റേ ടൂൾസൊക്കെ ആയിട്ട് വഴിയിലേക്ക് ഇറങ്ങി നിൽക്കും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അതല്ല ഇവനെയൊക്കെ എന്ത് ചെയ്താൽ മതിയാവും? ഇത്രയും ജീവൻ കൊണ്ടാ പോകുന്ന ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര ജീവൻ രക്ഷിക്കും? അയാളെ കൂടി വന്ന ഒരു 2-3 ലക്ഷം. ഈ 150-200 ആളെ ജീവൻ കൊണ്ടാണ് പോകുന്നത്. ഈ കൈമല ഇല്ലേ ജീവൻ, നമ്മ വിചാരിച്ചാൽ തീർക്കാൻ പറ്റും എല്ലാവരും. അതെ, എനിക്ക് നിന്റെ അച്ഛനും അമ്മയും നിന്റെ പെങ്ങളടക്കം നിന്റെ ഭാര്യ അടക്കം എല്ലാവരും ജീവൻ കൊണ്ട് അമ്മ പോകും. ഇത് ആരും അറിഞ്ഞുകൊണ്ട് ഇത് കുത്തോ പൊളിക്കോ ആക്കോ ഒന്നും ചെയ്യില്ല. ഇപ്പം നിന്റെ പെങ്ങൾ ഒരു PSC പരീക്ഷയ്ക്ക് വന്നു, അവർക്ക് 1:30 ആകുമ്പോൾ അവിടെ PSC അല്ല 9 മണിയോ അല്ലെങ്കിൽ 1:30 ആകുമ്പോൾ അവിടെ എത്തണം. ഇവർ പറയുന്നത് നമ്മോട് കേണാവശ്യം വരുന്നു കേട്ടോ, ഇത്ര മണിയാകുമ്പോൾ എത്തും. അവരെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടാ. നീ അതാ ചിന്തിക്ക്. നീ പറഞ്ഞില്ല ഈ കുത്തി കയറുന്ന മറ്റേ മറിച്ച്
അവരെങ്ങനെ എത്തിക്കുന്നില്ല ആദ്യം നീ ചിന്തിക്കും. ഒരു കറ കളഞ്ഞ ബസ് പ്രേമിയുടെ ന്യായവാദമാണ് ഇവൻ കുത്തിക്കയറ്റുക, തോന്നിയാസം കാണിക്കുക. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകളെ സമയത്തെത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ ലാസ്റ്റ് മിനിറ്റിൽ പോകാൻ നിൽക്കുന്നവനൊന്നും സമയത്തെത്തണ്ട, 2 മണിക്കൂർ മുമ്പേ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ബാക്കിയുള്ള ആളുകളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ സഹോദരനോ ആരെങ്കിലുമൊക്കെ PSC പരീക്ഷ എഴുതാനായിട്ട് പോകണ്ട എന്നുള്ള നിലപാടുള്ള ഒരാളാണ് ഞാനും എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നീ ബാക്കിയുള്ള ഒരുത്തൻ്റെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് കിട്ടുന്ന ഒരു നേട്ടവും എനിക്ക് വേണ്ട. ഞാൻ ആ നഷ്ടം സഹിച്ചോളാം. യുവന്മാരുടെ ന്യായവാദങ്ങൾ, ഈ പറയുന്ന പ്രസ്ഥാനം നശിച്ചു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഒരു കഴിവില്ലാത്ത ഇതിൻ്റെ ഡ്രൈവർമാരൊക്കെയാണ്. യുവന്മാർ എന്തൊക്കെ ഉടായി പറക്കും, നാട്ടുകാരോട് പറയും ഈ തോന്നിയാസം കാണിക്കുന്നത് നിങ്ങളുടെ സമയം സേവ് ചെയ്യാൻ വേണ്ടിയാണ്. മുതലാളിയും പറ്റിക്കും, നല്ല രീതിയിൽ പറ്റിക്കും, വണ്ടിയൊക്കെ മുടിപ്പിക്കും. ഇവന്മാരൊക്കെ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിൻ്റെയൊക്കെ മുതലാളിമാരെ ഏറ്റവും കൂടുതൽ മുടിപ്പിക്കുന്നത് ഈ ബസ്സിൻ്റെയൊക്കെ തോന്നിയാസം കാണിക്കുന്ന തൊഴിലാളികളാണ്. അല്ലാതെ ഇതിനകത്ത് ഗവൺമെൻറ്റിനൊന്നും പ്രത്യേകിച്ച് റോളും കാര്യങ്ങളൊന്നുമില്ല. ഈ ഏറ്റവും കൂടുതൽ പണി വരുന്ന KSRTCയെക്കാളിലും പണി വരുന്ന വണ്ടികളാണ് പ്രൈവറ്റ് ബസ്സുകൾ. കാരണം അത്രയധികം ഉപദ്രവമാണ് ഇതിൻ്റെ ഭൂരിപക്ഷം തൊഴിലാളികളും മുതലാളിമാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാം? കുറേ മുതലാളിമാർക്ക് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയും ഇത്തിരി ബ്ലാക്ക് വെളുപ്പിക്കാൻ വേണ്ടിയും കുറേ കണക്ക് എഴുതി ഒപ്പിക്കാൻ വേണ്ടിയൊക്കെ കുറേ എണ്ണം ഇങ്ങനെ റൺ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിലെ ഒരു ഭൂരിപക്ഷം ക്രിമിനൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, ഇതിൻ്റെ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് മാർജിനൊക്കെ വളരെ കുറവാണ്. നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിനോട് ഡിമാൻഡ് ചെയ്യാം, ഒരിടത്ത് യാത്രാ ക്ലേശ ഉണ്ട് എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വണ്ടി ഇട്ട് തരാൻ പറയാം. കാരണം അവർക്ക് ലാഭം പ്രതീക്ഷിക്കാതെ സർവീസ് നടത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ടിപ്പം നിങ്ങളിപ്പം നിർത്തിയതുകൊണ്ട് നമ്മളാരും ഒരിടത്തും പോവാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സമയം വൈകുകയോ ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ആക്സിഡൻറ്റ് റേറ്റുകളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും KSRTCയെക്കാട്ടിലും 2-3 ഇരട്ടി ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് ബസ്സുകളാണ്. KSRTC ദീർഘദൂര സർവീസുകൾ നടത്തുന്ന വണ്ടികളാണ്. ഇടിയൊക്കെ വരുന്ന സമയത്ത്, ആക്സിഡൻറ്റ് വരുന്ന സമയത്ത് ഇത്തിരി കഠിനമൊക്കെ ആണ് എന്നുണ്ടെങ്കിലും, വണ്ടികളുടെ എണ്ണം കുറവാണ് എന്നുണ്ടെങ്കിലും, പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാക്കുന്ന അത്രത്തോളം ആക്സിഡൻറ്റ്സ് KSRTC ഉണ്ടാക്കുന്നില്ല. കാരണം അതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. കാരണം അത് ജനാധിപത്യ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സർവീസാണ്. അപ്പം നമുക്ക് കുറച്ചെങ്കിലും അതിനകത്തൊരു റോളുണ്ട്. പ്രൈവറ്റ് ടീമുകൾ അങ്ങനെയല്ല, കരച്ചിലും പീഡിച്ചിലും യുവമാരുടെ വീട്ടിലെ ആരും നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒതുങ്ങി നിൽക്കണം. അപ്പോൾ ഈ പറയുന്ന പരിപാടി ഞാനിപ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കണ്ണീര് പൂകുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയാം ഒയ്യോ എന്നൊക്കെ പറയുന്ന ടീംസൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. മര്യാദക്കൊക്കെ നടത്താമെന്നുണ്ടെങ്കിൽ മര്യാദയോടുള്ള സമീപനവും മര്യാദയ്ക്ക് സേവനം തരുന്നതിനോടുള്ള നന്ദിയൊക്കെ നമ്മൾ കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വഴിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള പച്ചയായിട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് കിട്ടും. ഇടയ്ക്ക് നമ്മളും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അറിയിക്കും. നാളെ ഏതെങ്കിലുമൊക്കെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ വന്നിട്ട് ഇത് കട്ടപ്പുറത്തിരുന്ന് തുരുമ്പ് പിടിക്കുന്ന സാഹചര്യം വന്നാലും ഒരാളും കൂടെ നിൽക്കത്തില്ല. ഈ നോക്കുകൂലി വാങ്ങുന്ന ചുമട്ട് തൊഴിലാളി ചേട്ടന്മാരിലെ ഒരു കൂട്ടം ആളുകൾക്ക് സംഭവിച്ചതാണ്. ആർക്കും ഒരു മനുഷ്യത്വം ഈ പറയുന്ന ആളുകളുടെ കാര്യത്തിൽ പിന്നീട് ഉണ്ടാവില്ല. ഇമാതിരി തോന്നിയാസം കാണിച്ചിട്ട് പണസമ്പാദനം നടത്തി കഴിഞ്ഞാൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.